ഇവിടെ പ്രേക്ഷകരെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വലിയ രീതിയിൽ തന്നെ ഇൻഡിഗോ വിമാന സർവീസുകൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇൻഡിഗോയുടെ 5 വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത്. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. റദ്ദാക്കി എന്നുള്ള അറിയിപ്പ് പോലും ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി യാത്രകളാണ് വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലായത്. ഞങ്ങളുടെ പ്രതിനിധി വീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 5 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നിരവധി യാത്രക്കാരാണ് ഈ ഒരു കൃത്യമായ അറിയിപ്പ് ഇൻഡിഗോ കമ്പനിയിൽ നിന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നമുക്കിപ്പോൾ എയർപോർട്ടിന്റെ പുറത്താണ് നിൽക്കുന്നത്, ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് നിൽക്കുന്നത്. അകത്താണ് ഇതുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തരുടെ അടക്കം പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. 5 വിമാനങ്ങളാണ് ഇന്നിപ്പോൾ യാത്ര റദ്ദാക്കിയിരിക്കുന്നത്. അതായത് രാവിലെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഡൽഹി വിമാനം, 6:35 പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ചെന്നൈ വിമാനം, 7:35 തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദ് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം, 9:50 തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം, 11:55 തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട ഈ 5 വിമാനങ്ങൾ റദ്ദാക്കിയെന്നുള്ള അറിയിപ്പ് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് യാത്രക്കാർക്ക് കിട്ടിയിരുന്നത്. യാത്രക്കാർ ആകെ വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി യാത്രക്കാർ ഇവിടെ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജോലി സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും പല ആവശ്യങ്ങൾക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരാണ് ഇത്തരത്തിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം യാത്രക്കാർ കൂടി ചേരുന്നുണ്ട്. കൃത്യമായി അവരിൽ നിന്ന് കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതാണ്. എങ്ങോട്ടായിരുന്നു പോകേണ്ടിയിരുന്നത്? മാൾട്ടയിലോട്ട് മാൾട്ടയിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടുന്ന് മുംബൈ കയറിയിട്ട് അവിടുന്ന് ഇസ്താംബുളിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് മാൾട്ടയിലോട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ മുംബൈയിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് ക്യാൻസലാക്കിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഇവിടെ വന്നതിന് ശേഷം ഇത് അറിയുന്നത്. ഇതിന് മുമ്പൊന്നും അറിയിച്ചിരുന്നായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. രാവിലെ എണീച്ച് 4 മണിക്ക് എണീച്ച് റെഡിയായി ഇവിടം വരെ ഓടി വന്ന് ഇവിടെ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് കയറാൻ നേരത്തെ അവർ പറയുന്ന ഈ നമ്പറിൽ ഫ്ലൈറ്റ് നിന്ന് ക്യാൻസലാക്കിയിട്ടുണ്ട്, ഞങ്ങളവിടെ പോയിട്ട് വേറെ നമ്പറിൽ വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ ടൈമിൽ നമുക്ക് വേറെ ഒരു ഫ്ലൈറ്റ് ഇല്ല. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 8-ാം തീയതി മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഫ്ലൈറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കൊച്ചിയിൽ നിന്ന് പോകാമെന്ന്. കൊച്ചി പോകുന്നതിൽ അവർ വലിയ ഉറപ്പൊന്നും പറയുന്നില്ല. റീഫണ്ട് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? പണം, ടിക്കറ്റ് എടുത്ത പണത്തിൻ്റെ കാര്യത്തിൽ റീഫണ്ടിൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. അവിടെ പോയിക്കുന്നവർ കറക്റ്റ് വന്നാൽ ഇതിനെ പറ്റിയിട്ട് അറിയാക്കും. പക്ഷെ അവിടെ ഇതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. റീഫണ്ട് പൈസയുടെ കാര്യമില്ല, നമുക്ക് മെയിനായിട്ട് നമ്മൾ സമയത്ത് 8-ാം തീയതി നമുക്ക് ഡ്യൂട്ടിക്ക് അവിടെ എത്തണം. ഇന്ന് 6-ാം തീയതി ഇവിടുന്ന് മുംബൈയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇസ്താംബുളിൽ പോയിട്ട് പിന്നെ അവിടുന്ന് മാൾട്ടയിൽ പോകണം. 8-ാം തീയതി നമുക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടതുള്ള ഒരു ടൈമിനാണ് വാല്യൂ. ഇത്തരത്തിൽ യാത്രക്കാരടക്കം വലിയൊരു ബുദ്ധിമുട്ടിലാണ്. ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. മണിക്കൂറുകൾ എത്ര മണിക്ക് ഇവിടെ എത്തിയത്? നമ്മളിപ്പോൾ 7 മണിക്ക് ഇവിടെ എത്തി. എന്നിട്ട് നമ്മളിവിടെ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവരിങ്ങനെ പറഞ്ഞത്. ആകപ്പാടെ വിഷമത്തിലായിരിക്കും, അറിയാൻ വയ്യ. ജോലിക്ക് കൃത്യസമയത്ത് കയറാൻ അവിടെ 8-ാം തീയതി തന്നെ കയറണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോന്നേ. ഇപ്പം എന്താണെന്ന് അറിയാനും വയ്യ കറക്റ്റ്. കൃത്യമായി ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പ് ലഭിക്കാത്തതിനാൽ തന്നെ യാത്രക്കാരടക്കം വലയുന്നൊരു സാഹചര്യമാണ്. ശബരിമലയിലടക്കം ദർശനത്തിനെത്തുന്ന, ഹൈദരാബാദിൽ നിന്നടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരടക്കമുണ്ട്. അവർക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആ യാത്രക്കാരുടെ പ്രതിഷേധവും എയർപോർട്ടിനുള്ളിൽ നടക്കുന്നതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് യാത്രക്കാരടക്കം വ്യക്തമാക്കുന്നത്. 8-ാം തീയതി അല്ലെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ അക്കാര്യത്തിൽ പോലും ഉറപ്പ് ലഭിക്കുന്നില്ല. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടവരായിരുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് യാത്രക്കാർക്ക് പറയാനുള്ളത്.